രാമ രാമ എന്ന മന്ത്രം ചൊല്ലിയിട്ട നമ്മളോടും പറയുന്ന അതേ രാമമന്ത്രം ചൊല്ലാനാ. ഒരു മാറ്റവുമില്ല, അതേ മന്ത്രം ജപിക്കാൻ നമ്മളോട് പറയുന്നു. അജാമിളൻ മരണമാസന്നമായിരിക്കുന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ച് വൈകുണ്ഠ ലോക പ്രാപ്തി നേടിയ കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മളോട് എന്താ പറഞ്ഞേ? അതേ നാരായണ ജപിക്കാനാ പറഞ്ഞത്. മാർക്കണ്ഡേയൻ ആയുസ് നീട്ടിക്കൊടുത്ത നമഃശിവായ മന്ത്രം കേട്ടിട്ടില്ലേ നമ്മള്? അത് തന്നെ ജപിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോ നാമ ഏതായാലും ജപിച്ചു കഴിഞ്ഞാല് മുക്തിക്ക് സാധ്യമാകും. അപ്പൊ നമ്മൾ പറയണ്ട അജാമിളൻ ജീവിതത്തിലെ മുഴുവൻ കാലം ധാർമ്മിക വൃത്തികളൊക്കെ അങ്ങനെ ചെയ്തിട്ട് അവസാന നിമിഷം നാരായണനെ വിളിച്ചപ്പോ നാരായണ മോക്ഷം കൊടുത്തല്ലോ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ട് അജാമിളനെ പോലെ അവസാനം ഞങ്ങളും ആരെ വിളിക്കും? ഭഗവാനെ വിളിക്കും. അങ്ങനെ ഞങ്ങളും പോകും എവിടെ? വൈകുണ്ഠത്തില് എന്ന് പറയുന്നവരുണ്ട് അല്ലേ? അവസാന നിമിഷം വിളിച്ചോളാം ഞാൻ. അങ്ങനെ അവസാന നിമിഷം വിളിക്കാൻ പറ്റുമോ? നമ്മൾ വിളിച്ച് ശീലമില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞ് ശീലമില്ലാത്ത പദങ്ങള് നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണമാസന്നമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുമോ? വരത്തില്ല. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഭയപ്പെട്ട് എന്തിനെങ്കിലും മുന്നിൽ കാണുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് വാക്കാ ആദ്യം വരുന്നത്? ചിലര് ഭഗവാനെ വിളിക്കും, ചിലർ അയ്യോ പത്തോ എന്നൊക്കെ വിളിക്കും ഇല്ലേ? അത് തന്നെ നമുക്ക് അവസാനം വരുത്തുള്ളൂ. അപ്പൊ നമ്മൾ ഏത് വിളിച്ച് ശീലമുണ്ടോ അതേ നാമം തന്നെ നമ്മുടെ ഉള്ളില് വരും. ഒരു കഥ കൂടി പറയാം. ഒരിക്കല് ഒരു യുവതിയും